സാധാരണയായി ഒരു സാമ്പത്തിക തട്ടിപ്പ് സംഭവിച്ചാൽ അതിൽ ഇരകളായവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിൽ വില്ലനായി നിൽക്കുന്നത് പൊതുവെ സർക്കാർ സംവിധാനങ്ങളുടെ പാളിച്ചകളും അതുപോലെ നിയമ നടപടികളിലുള്ള സാങ്കേതികത്വവും അതിന്റെ ഒരു മെല്ലെപ്പൊക്കും ഒക്കെ ആയിരിക്കും. എന്നാൽ കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായ ഹൈറിച്ച് സ്കാമിൽ ഇരകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് അതിലെ ഇരകൾ തന്നെയാണ് എന്നതാണ് തമാശ. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന തൃശൂർ ആസ്ഥാനമാക്കിയുള്ള ഉഡായിപ്പ് കമ്പനിയുടെ 3141 കോടി രൂപയുടെ മണി ചെയിൻ തട്ടിപ്പിനെതിരെ നടപടികൾ ആരംഭിച്ചിട്ട് ഇപ്പോൾ 1.5 വർഷമായിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 18 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നാളിതുവരെ ആയിട്ടും സംസ്ഥാന സർക്കാരിന് കമ്പനിയുടെ ജപ്തി ചെയ്ത ആസ്തികൾ വിൽക്കാനോ നിക്ഷേപകർക്ക് നഷ്ടപരിഹാരം നൽകാനോ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും സാങ്കേതികത്വത്തിൻ്റെതായ ചില സ്വാഭാവിക കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ കാലതാമസം ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം കമ്പനിയുടെ ഭാഗത്തു നിന്ന് നടത്തുന്ന നിയമപരമായ തന്ത്രങ്ങളാണ്. ഇത്തരം കേസുകളിൽ ഇത് സ്വാഭാവികമാണ് താനും. എന്നാൽ കമ്പനിക്ക് വേണ്ടി ഇങ്ങനെ കാലതാമസം നടത്താൻ മുന്നിൽ നിൽക്കുന്നതും നിയമത്തിലെ സാങ്കേതികത്വം ചൂണ്ടിക്കാണിച്ച് നടപടികൾ വൈകിപ്പിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്നതും ഇതേ മണ്ടന്മാരായ ഇരകൾ തന്നെ. സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ അന്വേഷണം വേഗത്തിലാക്കാനും നഷ്ടപരിഹാരം എത്രയും വേഗം നൽകാനുമൊക്കെ ഇരകൾ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് സമരത്തിനൊക്കെ ഇറങ്ങും. എന്നാൽ ഹൈറിച്ച് ഇരകൾ സൊസൈറ്റിയൊക്കെ രൂപീകരിച്ച് ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ നടത്തി സർക്കാരിനെയും കോടതിയെയും അന്വേഷണ ഏജൻസികളെയും ഒക്കെ ശപിക്കുകയും തട്ടിപ്പ് കമ്പനി വേഗം തുറക്കാൻ കൂട്ടപ്രാർത്ഥന നടത്തുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ഇതിനെല്ലാം പുറമെ ഇരകൾക്കെതിരെ കേസ് നടത്താൻ കമ്പനിക്കു വേണ്ടി ഇരകൾ തന്നെ വക്കീലിന് വെച്ചു കൊടുക്കുന്ന അപൂർവ പ്രതിഭാസവും ഹൈറിച്ച് കേസിൽ കാണാൻ കഴിഞ്ഞു. ഹൈറിച്ച് പ്രൊമോട്ടർമാരായ കൊല്ലാട്ട് ദാസൻ പ്രതാപൻ, ഭാര്യ ശ്രീന പ്രതാപൻ എന്നിവർ തങ്ങളുടെ സ്വത്തുക്കൾ ജപ്തി ചെയ്യുന്നതിനും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിനുമെതിരെ സുപ്രീം കോടതി വരെ പോവുകയുണ്ടായി. ഈ ഹർജികളിൽ ഹൈറിച്ചിനെ അവർ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകളോടാണ് ഉപമിച്ചിരിക്കുന്നത്. കൂടാതെ ആംവേ പോലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളോടും താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ കമ്പനി കോടതികളിൽ പോരാടുകയാണ്, നമ്മൾ കൂടെ നിൽക്കണം എന്നൊക്കെയാണ് സൂം മീറ്റിങ്ങുകളിലൊക്കെ മുഴങ്ങിക്കേട്ട സംഗതി. എന്നാൽ കമ്പനി സാങ്കേതികത്വത്തിൽ തൂങ്ങി നിയമ നടപടികൾ വൈകിപ്പിക്കുക എന്ന ടാക്ടിക്സ് ആണ് പയറ്റുന്നത് എന്നിവർ തിരിച്ചറിയുന്നില്ല. ആദ്യ പരാതിക്കാരൻ ഈ കമ്പനിയിൽ നിക്ഷേപകനല്ലാത്തതിനാൽ ബഡ്സ് ആക്ട് പ്രകാരം കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് കേസെടുക്കാൻ കഴിയില്ലെന്നൊക്കെയാണ് പ്രധാന വാദം. എന്നാൽ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജികളിലെല്ലാം തന്നെ ഓരോ തവണ നൽകുന്ന ഹർജികളിലും ഈ മുൻനിലപാടിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ റിക്വസ്റ്റ് ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. ആസ്തികളുടെയും നിക്ഷേപകർക്കുള്ള കുടിശ്ശികളുടെയും മൂല്യനിർണ്ണയത്തിനായി ഒരു സ്വതന്ത്ര മൂല്യനിർണ്ണയ ഓഫീസറെ നിയമിക്കാൻ അതോറിറ്റിയോട് നിർദ്ദേശിക്കണമെന്നൊക്കെയാണ് ഒരു ഹർജിയിലുണ്ടായ വാദം. പ്രതാപന്റെ ഭാര്യ ശ്രീന ഹൈറിച്ചിലെ ഒരു ഡയറക്ടറാണെങ്കിലും കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് വാദിച്ച് അവർക്കെതിരായ നിയമ നടപടിയിൽ ഇളവ് നേടാനുമൊക്കെ ഒരു ഭാഗത്ത് ശ്രമം നടന്നു. ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. ഇതോടെ ഇരകൾക്കുള്ള നഷ്ടപരിഹാരം കൂടുതൽ വൈകുമെന്ന് ഉറപ്പായി. എങ്കിലും സ്റ്റേ തുടരുമെന്ന വിധിയെ ആഘോഷത്തോടെയാണ് മണ്ടന്മാരായ നിക്ഷേപകർ സ്വീകരിക്കുന്നത്. കോടതികളിൽ ഹൈറിച്ച് ഉന്നയിച്ച വാദങ്ങൾ എല്ലാം തന്നെ ഈ കേസിൽ നിന്നും ഏതെങ്കിലും നിലയിൽ ഊരിപ്പോവുക, ഏതെങ്കിലും നിലയിൽ രക്ഷപ്പെടുക എന്നതും അതുപോലെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് അല്ലെങ്കിൽ മറ്റ് ഏജൻസികളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതുപോലെ ബഡ്സ് ആക്ടുമായി ഒക്കെ ബന്ധപ്പെട്ട് ഇറങ്ങിയ ഉത്തരവുകളൊക്കെ സംബന്ധിച്ചുള്ള സാങ്കേതികത്വത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിലൊരു തീർപ്പുണ്ടാകുന്നതിൽ, അതായത് നിക്ഷേപകർക്ക് അനുകൂലമായി തീർപ്പുണ്ടാകുന്നതിൽ പരമാവധി വൈകൽ ഉണ്ടാക്കുക, പരമാവധി സമയം വൈകിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. എന്നാൽ ഓരോ തവണയും കോടതിയിലേക്ക് വാദം നടക്കും, അടുത്ത ദിവസം മാറ്റിവെച്ചു, അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീർപ്പ് വന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതിനെല്ലാം തന്നെ കൈയടിച്ച് എന്തോ ഒരു വലിയ വിജയം പോലെയാണ് ഈ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ ആഘോഷിക്കുന്നത് എന്നുള്ളതും വളരെ രസകരമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില ജപ്തി ഹർജികളിലൊക്കെ പ്രതാപനെയും ശ്രീനെയും ഡയറക്ടർമാരായിട്ട് ഒന്നും പരാമർശിക്കാതെ പ്രൊപ്പറേറ്റർമാരായി വിശേഷിപ്പിച്ചു. അതുപോലെ ഹൈറിച്ചിന്റെ കോർപ്പറേറ്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ CIN പരാമർശിച്ചിരുന്നില്ല. പിന്നെ ഇത്തരം വാദങ്ങളൊക്കെയാണ് ഇവർ ഉയർത്തുന്നത്. ഇതിൽ ചിലവൊക്കെ ക്ലറിക്കൽ പിഴവായി കോടതി തള്ളുകയും ചെയ്തതാണ്. എന്നിട്ട് പോലും ഇപ്പോഴും ചില യൂട്യൂബ് സെഷനുകളിലൊക്കെ, അതായത് ഇവരുടെ മീറ്റിങ്ങുകളിലൊക്കെ ഇവരിതിങ്ങനെ പറയുന്നൊരു കാര്യമാണ്, എല്ലാം പിഴവാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇപ്പോഴും ഈ ഇരകൾ ഇതിങ്ങനെ എടുത്ത് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്.
എന്തായാലും ഇവരിങ്ങനെ ഓരോ പുതിയ പുതിയ ടാക്ടിക്സുകളൊക്കെ പയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഞായറാഴ്ച പൂളിങ്ങും വരും എന്നൊക്കെ കരുതി ഇരകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായാലും 1.5 വർഷത്തിന് ഇപ്പുറത്തും ഇരകൾ അന്വേഷണ ഏജൻസികളെയും കോടതികളെയും സർക്കാരിനെയും ഒക്കെ ഇരുന്ന് ശപിച്ച് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കമ്പനിയുടെ ജപ്തി ചെയ്ത ആസ്തികൾ വിറ്റ് എത്രയും വേഗം നഷ്ടപരിഹാരം കിട്ടണമെന്ന് ഇവരൊന്നും കരുതുന്നില്ല. ഇങ്ങനെ ഒരു വ്യത്യസ്തരായ നിക്ഷേപകർ ലോകത്ത് മറ്റൊരിടത്തും കാണാൻ സാധിക്കില്ല എന്നത് 100% ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.